നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഹായ് ഫ്രണ്ട്സ്, ആനന്ദത്തിൻ്റെ തലോടലായി നമ്മിലേക്ക് എത്തുന്ന ജീസസ് കിഡ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുസൃതികളും കൊച്ചുവർത്താനങ്ങളുമായി കാത്തിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ. പോകാം അവരുടെ അടുത്തേക്ക്, കാട്ടിലെ കൂട്ടുകാർ. എന്റെ കോവറെ, വായന ഓരോരുത്തരുടെ ശീലമല്ലേ. ചിലര് പത്രം നന്നായിട്ട് വായിക്കും, ചിലര് പുസ്തകങ്ങൾ വായിക്കും, ചിലര് പുസ്തകം എടുത്ത് വെറുതെ ഇരിക്കും കോവറിനെ പോലെ. വെറുതെ മറ്റുള്ളവരുടെ വായിൽ കിടക്കുന്ന കേട്ടപ്പോ സമാധാനായി. ഞാൻ ഈ സൈലന്റ് വാലി മൂടുന്ന ഇളക്കാൻ നോക്കിയതല്ലേ. എല്ലാവരും ഉണ്ടല്ലോ. ഇന്ന് കളിക്കാനൊന്നും പോയില്ലേ മക്കളെ? കുറച്ചു നേരം വായിച്ചിട്ട് പോകാമെന്ന് കരുതി സാറേ. വെരി ഗുഡ്, അതേതായാലും നന്നായി. വായന നമ്മുടെ വളർച്ചയ്ക്ക്. സാറിന്റെ കയ്യിലെന്ത് പോസ്റ്റർ കിട്ടില്ല? അതോ അതാ ഹെൽത്ത് ഇൻസ്പെക്ടർ തന്നതാ. കാട് മൊത്തം പനി പടർന്ന് പിടിക്കുകയല്ലേ, അതുകൊണ്ട് നാം പാലിക്കേണ്ട മുൻകരുതലുകളാ ഇതിൽ എഴുതിയിരിക്കുന്നത്. ആ, നമ്മുടെ കാട് ആകെ പ്രതിസന്ധിയില്ല. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. സാറേ, ആ പോസ്റ്റർ ഇങ്ങ് തന്നേക്കൂ, ഞങ്ങൾ ഒട്ടിച്ചേക്കാം. ഈ പോസ്റ്റർ ഒട്ടിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, പ്രവർത്തിക്കണം. മക്കളെ, നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. അതുപോലെ പൊതുസ്ഥലങ്ങളിലും ശുചീകരണം നടത്തണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ പകർച്ചപ്പനി തടയാൻ ഞങ്ങൾ ഒപ്പം ഉണ്ടാകും സാറിന്റെ. ഞങ്ങളൊപ്പം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാം. എന്താ? താങ്ക് യു സാറേ. എങ്കിൽ സമയം കളയണ്ട, നമുക്ക് പ്രവർത്തനം ഇപ്പോൾ തന്നെ തുടങ്ങാം. നടക്കുകയില്ലേ? അങ്ങനെ പോസ്റ്റ് ഒട്ടിച്ചുകൊണ്ട് നമ്മുടെ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നേരാ, ഇനി വീടുകൾ കയറി ശുചീകരണ പ്രവർത്തനം വിലയിരുത്തിയാലേ ഈ പ്രയത്നം പൂർണ്ണമാവും. ശുചീകരണം നടത്താനുള്ള വീടുകൾ ഇനി നമ്മൾ കണ്ടുപിടിക്കണം. നേരാ, വമ്പൻ സാറ് പറഞ്ഞത് അല്പം റിസ്ക് ഉള്ള പണിയാണെന്നാണ് ഇത്. നോക്കിക്കേ, ഗംഭീര സ്റ്റൈലിലാണല്ലോ. മൃഗങ്ങളാദ്യം വീട് ഞാൻ പരിശ്രമിക്കും. കണ്ടോ, ഗംഭീർ ഭയങ്കര സന്തോഷത്തിൽ പാട്ടും പാടി വരുന്നത്. എന്നിട്ടാ കാണിക്കുന്നത് കണ്ടില്ലേ? എല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾ ബക്കറ്റ് പിരിവ് തുടങ്ങിയോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല,
നിങ്ങളുടെ കയ്യിൽ പാത്രം കണ്ടുകൊണ്ട് ചോദിച്ചല്ലേ ഞാൻ. ഗംഭീരേ, ഞങ്ങള് ശുചീകരണ പോസ്റ്റർ ഒട്ടിച്ചു വരുന്ന വഴിയാ, കണ്ടില്ലേ? അപ്പോഴാ ഗംഭീർ റോഡിൽ പഴത്തൊലിയിട്ട് വൃത്തികേടാക്കുന്നത് കണ്ടത്. ശുചീകരണ പ്രവർത്തനം കാണുന്നതൊക്കെ വന്നവരല്ലേ നിങ്ങള്? ഗംഭീരേ, ഞങ്ങളോടൊപ്പം ശുചീകരണത്തിൽ പങ്കെടുക്കാൻ നീ പറഞ്ഞു. ഗംഭീർ, അതായത് ഞങ്ങൾ ഈ എനിക്കൊന്ന് കേക്കട്ടെ. ഞാൻ കാട് ശുചീകരിക്കാനില്ല, വീട് ശുചീകരിക്കാനില്ല. ജീവനല്ലേ ഈ കാണിക്കുന്നത്? കറുത്തക്കാട് മൃഗങ്ങളെ പിറന്ന വീട്. കഷ്ടം. ഈ ഗംഭീർ എന്താ ഇങ്ങനെയായാൽ? എല്ലാം ഒരു കാലത്ത് നമ്മുടെ അടുത്ത് തന്നെ വരും, നോക്കിക്കോ. എന്തായാലും നമുക്ക് ശുചീകരണ പ്രവർത്തനം ആരംഭിക്കാം. വേഗം പോവാം. അങ്ങനെ സാറേ, എനിക്ക് പേടിയാകുന്നുണ്ട്. എന്തിനാ? ധൈര്യമായിട്ടിരിക്കൂ. പപ്പയ്ക്ക് ഒന്നും സംഭവിക്കില്ല. സാറേ, പപ്പ ഇപ്പോ ഒന്ന് കാണണം. ആകെ ക്ഷീട് ചെല്ലും തോലായി. പപ്പീസേ, ഈ രോഗങ്ങളെല്ലാം നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാ. ശരിയാ, അറിയാം സാർ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ പനി അല്പം കുറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് പപ്പീസിന് അറിയോ? കാരണം ചോദിച്ചാല്, അതായത് കൊതുകുകളൊക്കെ അല്പം കുറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ സാർ? അത് തന്നെ. പക്ഷേ അതിനൊരു കാരണമുണ്ട്. അതെന്താ? ആ കപിലും മോട്ടുവും ഉൾപ്പെട്ട ഒരു സംഘം നടത്തുന്ന പരിസര ശുചീകരണമാ. ഓ, ഞാൻ കണ്ടു സാറേ. പപ്പയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം അവരോടൊപ്പം കൂടാൻ. വളരെ നല്ലത്. അവർ ഊണും ഉറക്കവും ഉപേക്ഷിച്ചിറങ്ങിയിരിക്കുക ഈ ഒരു കാര്യത്തിന് വേണ്ടി. ഞാനും അവരോടൊപ്പം ചേരും സാറേ, തീർച്ചയായിട്ടും. പപ്പീസ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലേ. എനിക്ക് ക്ലബ്ബ് വരെ ഒന്ന് പോകണം. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം കേട്ടോ. ശരി പപ്പീസ്. ശരി സാർ. എല്ലാം നന്നായാ മതിയായിരുന്നു. എങ്ങനെയാ രോഗം വരാതിരിക്കും? അതെ അതെ, വലിയ വീടുണ്ടാക്കിയിടും. അതിന്റെ പരിസരവും ചുറ്റുപാടും വൃത്തിഹീനമായിട്ട് കിടക്കും. അതെ, നമ്മള് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവർത്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും. അവനവന്റെ പരിസരം വൃത്തിയാക്കിയാ പിന്നെ നമ്മളെ പോലെ ഇങ്ങനെ ചീത്ത സാധനങ്ങൾ എടുക്കേണ്ടി വരില്ലായിരുന്നു. ഇവർക്കൊക്കെ കുറച്ചു കാലം ഒരു ബോധവൽക്കരണ ക്ലാസ് നൽകണം. അതാ വേണ്ടത്. അത് വേണ്ടത് തന്നെയാ. ഇനിയും ബാക്കി കിടക്കും. അവിടെയും കിടക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ ക്ലീനാക്കിയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ശരി ശരി. എല്ലാരും കൂടിയിട്ട് നിങ്ങളിപ്പോ അവരുടെ കൂടിയാ? ഒന്നും പറയണ്ട എന്റെ ഗംഭീറെ. എന്റെ വീടും പരിസരവും വൃത്തികേടായിരുന്നു. ഞാൻ അതിന്റെ ദുരന്തം നന്നായി അനുഭവിക്കുകയും ചെയ്തു. ഓ, എന്ത് ദുരന്തം? എന്താ പറ്റിയത്? ഒന്നും പറയണ്ട. എന്റെ പപ്പയ്ക്ക് പനി വന്നു. അതും കൊതുക് പരത്തുന്ന മാരകമായ പനി. മനസ്സിലാക്കുന്നുണ്ടോ? ഓ, പനി വന്നു വെച്ച് അത് നമ്മൾ കാരണം എന്നാണ് പറയുന്നത്? അതേ ഗംഭീർ, ഒരു പരിധി വരെ നമ്മൾ തന്നെയാണ് കാരണക്കാർ. അപ്പൊ ആ മോട്ടുവിന്റെയും കപിലിന്റെയും ഉപദേശം കേട്ടുവല്ലേ? എന്താ ഗംഭീർ ഇങ്ങനെ പറയുന്നത്? അത് ഉപദേശമാണോ? എനിക്കിതൊന്നും അത്ര പിടിക്കുന്നില്ല. എനിക്ക് പരിസരം ശുചീകരിക്കാനോ നാട് നന്നാക്കാനോ ഒട്ടും നേരമില്ല. മനസ്സിലാവണ്ട? ഓ എന്റെ ഗംഭീര, നിന്നെ എങ്ങനെയാ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാവണമെന്നില്ലെന്നേ. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കും, അല്ലാതെ ഇപ്പൊ എന്ത് പറയാൻ. അങ്ങനെ ഒരു പരിധി വരെ പകർച്ചപ്പനി പിടിച്ചു നിർത്തുവാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു. നിങ്ങളുടെ പ്രവർത്തനം ഈ സമൂഹത്തിൽ ഒരു മാതൃകയാണ്. മറ്റുള്ളവർക്ക് നിങ്ങളെ പോലെയുള്ളവർ ഒരു പ്രചോദനവും കരുത്തുമാണ്. നിങ്ങൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എന്താ എന്താ കോവറേ? എന്തിനാ എന്ത് പ്രശ്നം? കാര്യം പറയൂ കോവറേ. ഗംഭീറിന്റെ പപ്പ ഭയങ്കര ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന്.
എന്താ പറ്റിയത്? ഭയങ്കര പനി, ഒട്ടുക്കത്ത പനി, രക്തം കേട്ടെടുത്ത് ഐസിയുല് കേട്ടെടുത്തൊക്കെ കേട്ടത്. എന്താ പറ്റിയ? എന്റെ ദൈവമേ, എങ്കിൽ നമ്മുടെ സഹായം അവർക്ക് ആവശ്യമുണ്ടാകും. സഹായിക്കാനോ? ഞങ്ങൾ എത്ര പ്രാവശ്യം അവനെ ഞങ്ങളുടെ കൂടെ കൂട്ടാൻ ശ്രമിച്ചതാ. ഓ, അതൊന്നും ഇപ്പൊ പറയരുത്. ആപത്ത് സമയത്ത് സഹായിക്കുന്നവരാ യഥാർത്ഥ കൂട്ടുകാർ. സമയം കളയാൻ നമുക്കില്ല. എത്രയും പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങൾ റെഡി. എങ്കിൽ വരൂ, നമുക്ക് ആശുപത്രിയിൽ പോകാം. ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യാം. നടക്കൂ. ഒന്നും വരാതിരുന്നാ മതിയായിരുന്നു. അതെ അതെ. സാറേ, ഇവരുടെ ഇടപെടൽ മൂലമാ എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ശരിയാണ് ചേട്ടാ. ചേട്ടന്റെ ഈ വാക്കുകൾ മതി ഇവരുടെ പ്രവർത്തനത്തിന്റെ മഹത്വം അറിയാൻ. ആ ഗംഭീറിനെ കണ്ടില്ലല്ലോ, എവിടെ പോയി? സാറേ, ഗംഭീര പരിസര ശുചീകരണത്തിന് ഇറങ്ങിയിരിക്കുക. ഓ, വളരെ നല്ലത്. ഇപ്പോഴെങ്കിലും വീണ്ടും വിചാരമുണ്ടായല്ലോ. ആ സാറേ, കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ ഒരുപാട് കരഞ്ഞു. ഇവരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയാത്തതിൽ മനം നൊന്ത് കരഞ്ഞു സാറേ. ആ ചേട്ടാ, അവരവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴേ അവരവർ കാര്യങ്ങൾ മനസ്സിലാക്കും, പ്രവർത്തിക്കും. ആ ശരിയാ സാറേ. ഈ കുട്ടികൾ എന്റെ മകന്റെ കണ്ണ് തുറപ്പിച്ചെന്ന് വേണം പറയാൻ. അതെ, മറ്റുള്ളവർക്ക് മാതൃകയായി, മറ്റുള്ളവർക്ക് താങ്ങായി ജീവിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ എന്നും അനുഗ്രഹിക്കും. തീർച്ച. ഗംഭീറിനെ നോക്കിയേ. എന്താ? കുസൃതി ലോകത്തെ നന്മകളിൽ നിന്ന് ഇനി വചനമാരിയിലേക്ക് ശ്രദ്ധിക്കാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ടിങ്കു, ഇന്നെന്താ ഇത്ര മാത്രം ദേഷ്യം? എന്താടാ? എന്താ നിനക്ക് പറ്റിയത്? ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? എന്താ നീ പറഞ്ഞേ? എന്താ ഇപ്പൊ ഉണ്ടായത്? ടിങ്കുവിനോടല്ലാതെ പിന്നെ ആരോടാ ഞാൻ പറയുന്നത്? ടിങ്കു നല്ല കുഞ്ഞായിട്ട് വളരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ടിങ്കു ഇടയ്ക്ക് ഉപദേശിക്കുകയും അതുപോലെ തന്നെ ടിങ്കുവിനെ ഇടയ്ക്ക് വഴക്ക് പറയുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ മാതാപിതാക്കളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടല്ലേ? നമ്മൾ സ്നേഹമില്ലാത്തതുകൊണ്ടാണോ? എടാ, അങ്ങനെ പറയരുത്. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. നീ എവിടേക്കാ പോകുന്നേ? ഷോ, അങ്ങനെയൊന്നും നീ പറയരുത്. എടാ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അടിമപ്പെട്ട അവസ്ഥയിൽ നിന്നും മോചനം കിട്ടുന്ന ഒന്നാണ്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് വേറൊരു അർത്ഥം കൂടെയുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിയന്ത്രണത്തിൽ നിന്നുള്ള മോചനമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണം ഉണ്ടാകണം. സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും നിയന്ത്രണം ഉണ്ടാകണം. അതിൽ നിന്നുള്ള മോചനമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് പറയാൻ അങ്ങൊരു കഥ പറഞ്ഞു തരാം. ഓക്കെ. ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന് വിചാരിക്കുക. ഇത് ഭാവനയാണേ. ഓക്കെ. ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അങ്കിളുടെ അടുത്ത് ചോദിക്കുക, നിനക്ക് എന്ത് വരാ വേണ്ടത്? ടിങ്കു ആണേ എന്ത് പറയും? ആ, ആപ്പിൾ വേണമെന്ന് പറയും. പിന്നെ ഓ, പൈസ വേണമെന്ന് പറയും. കൂട്ടുകാരോട് ചോദിച്ച കൂട്ടുകാരെന്തൊക്കെയാ പറയുക? എനിക്ക് വലിയ വീട് വേണം, ബൈക്ക് വേണം, കമ്പ്യൂട്ടർ വേണം, അല്ലേ, ടാബ് വേണം, മൊബൈൽ ഫോൺ വേണം, അങ്ങനെ പല ആഗ്രഹങ്ങളൊക്കെ പറയും. അങ്കിളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്കിളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി. എന്താ ആഗ്രഹം എന്നറിയാമോ? അങ്കിൾ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ചിത്രം വരയ്ക്കാനായിട്ട് കഴിവുണ്ട്. അപ്പോൾ ഈ വരയ്ക്കുന്ന ചിത്രം ജീവനുള്ളതായിട്ട് മാറണം. എനിക്കറിയാം. എന്ത്? അതെ. അപ്പോൾ ആപ്പിളിൻ്റെ ചിത്രം വരച്ചാൽ അത് ഒറിജിനൽ ആപ്പിളായിട്ട് മാറും. പഴത്തിൻ്റെ ചിത്രം വരച്ചാൽ അത് ഒറിജിനലായിട്ട് മാറും. അപ്പോൾ അതെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം, അല്ലേ? എനിക്ക് വേണം.
അപ്പോൾ അങ്കിള് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് ഇങ്ങനൊരാഗ്രഹമുണ്ട്. ദൈവം അത് സാധിപ്പിച്ചു തന്നു. ഉടനെ ഞാൻ പോയി ഒരു പഴത്തിൻ്റെ ചിത്രം വരച്ചു. ആ പഴം ഒറിജിനലായി. ആ പഴം എടുത്ത് ഞാൻ കഴിക്കാൻ തുടങ്ങി. നല്ല രസമല്ല. പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വെള്ളം കുടിക്കാൻ തോന്നി. ഉടനെ കുപ്പിയുടെ ചിത്രം വരച്ചു. ഉടനെ കുപ്പി അത് ഒറിജിനലായി. ഞാൻ ആ വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങി. ബിരിയാണി കഴിക്കാൻ തോന്നി. ഉടനെ ബിരിയാണി ഉണ്ടാക്കി. പക്ഷേ എനിക്ക് എന്തും വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? എനിക്ക് എന്തും വേണമെങ്കിലും വരയ്ക്കാം. അത് ജീവനുള്ളതായിട്ട് മാറും. എനിക്ക് പ്രയോജനപ്പെടുന്നതേ ഞാൻ വരയ്ക്കുള്ളൂ അല്ലേ? എന്നാൽ ഞാൻ സിംഹത്തിന്റെ ചിത്രം വരയ്ക്കുവോ? എന്താ കാരണം? ശരിയാണ്. അപ്പം എന്നെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ജീവന് ആപത്ത് വരുന്ന എന്തെങ്കിലും ഞാൻ വരയ്ക്കുവോ? ഇല്ല. എനിക്ക് വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഉണ്ട്. പക്ഷെ ഞാൻ വരയ്ക്കുവോ? ഇല്ല. അതാണ് സ്വാതന്ത്ര്യം. നമുക്ക് എന്തും ചെയ്യാം. പക്ഷേ നമ്മുടെ ജീവൻ ആപത്തുള്ളത് നാം ഒരിക്കലും ചെയ്യുവാനായിട്ട് പാടില്ല. ഒരു പക്ഷേ നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും വിവരം ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ദൈവം നമുക്ക് നല്ല മാതാപിതാക്കളെ തന്നിരിക്കുന്നത്, നല്ല ഗുരുക്കന്മാരെ തന്നിരിക്കുന്നത്. അവരെ നാം അനുസരിച്ചും മാനിച്ചും അവരെ ബഹുമാനിച്ചും വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. ഓക്കെ, ടിങ്കുവിനെ പോലെ ഒരുപാട് കൂട്ടുകാരുണ്ട്, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന കൂട്ടുകാർ. ചിലപ്പം അവർ പറയും, എൻ്റെ പപ്പയും മമ്മിയും ഉള്ള സ്ഥലത്ത് ഞാൻ താമസിക്കത്തില്ല, എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം. അങ്ങനെ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന കൂട്ടുകാരുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഈ മാതാപിതാക്കൾ ഒരിക്കലും നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അവരെ അനുസരിച്ച് നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കണം. യഥാർത്ഥ സ്വാതന്ത്ര്യം അവരുടെ നിയന്ത്രണത്തിൽ നാം ജീവിക്കുമ്പോഴാണ്. നന്മ മാത്രം ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നാം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും വലുതാണത്. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നാം നിൽക്കുക, ദൈവഭക്തിയോടെ ജീവിക്കുക. ദൈവഭക്തിയോടുകൂടി ജീവിച്ചാൽ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു പ്രതിഫലമുണ്ട്. എന്താണെന്നറിയാമോ? ജീവൻ്റെ ഉറവ അവനിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. യഹോഭക്തിയിൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. ദൈവഭക്തിയോടെ നിയന്ത്രണത്തിൽ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. നന്മയും നർമ്മവും കലർന്ന ഇന്നത്തെ വിഭവങ്ങൾ നിങ്ങൾക്കിഷ്ടായോ? ഞങ്ങൾക്കറിയണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്തയാഴ്ച പുതിയ വിഭവങ്ങളുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ.